നമസ്കാരം. പ്രധാന വാർത്തകൾ. തുടർച്ചയായി മഴ പെയ്താൽ ഡാം നിലനിൽക്കില്ല എന്നാണ് പഠന റിപ്പോർട്ടുകൾ. ഡീൻ കുര്യാക്കോസ്. തുടർച്ചയായി മഴ പെയ്താൽ ഡാം നിലനിൽക്കില്ല എന്നാണ് പഠന റിപ്പോർട്ടുകളെന്ന് ഡീൻ കുര്യാക്കോസ് എം.പി. ഇടുക്കി പാർലമെന്റിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിന്റെ മൊത്തം പ്രശ്നമാണെന്നും ഡീൻ കുര്യാക്കോസ് ചൂണ്ടിക്കാണിച്ചു. മുല്ലപ്പെരിയാറിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലേക്ക് മാറണം എന്നുള്ളതാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങി, പുഴയിലെ പാറയിടുക്കിൽ കുടുങ്ങി യുവാവ് മരിച്ചു. ചോക്കാട് പരുത്തിപ്പറ്റ ഇല്ലിക്കൽ ഹൌസിൽ സർത്താരജാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഇന്നുച്ചയ്ക്ക് 1:30 പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായ മലപ്പുറം ചോക്കാട് കെട്ടുങ്ങലിലാണ് സംഭവം. നാട്ടിലെ സുഹൃത്തുക്കൾക്കൊപ്പം ചോക്കാട് പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു യുവാവ്. ഇതിനിടയിൽ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങി മുങ്ങിത്താഴുകയായിരുന്നു. സുഹൃത്തുക്കളും നാട്ടുകാരും യുവാവിനെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് ഫയർഫോഴ്സ് എത്തി യുവാവിനെ പുറത്തെടുത്തപ്പോഴേക്കും ആരോഗ്യനില ഗുരുതരമായിരുന്നു. അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഒരു ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ഇടിമിന്നലോടെ മഴ. ലക്ഷദ്വീപിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക ഗോവ തീരത്തിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 24 വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 25 ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. പോലീസ് വാഹനത്തിന് നേരെ ആക്രമണം. യൂത്ത് ലീഗ് നേതാവ് അറസ്റ്റിൽ. UDF പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസ് വാഹനം ആക്രമിച്ച് നശിപ്പിച്ച കേസിൽ യൂത്ത് ലീഗ് നേതാവ് അറസ്റ്റിൽ. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പുളിക്കൽ വീട്ടിൽ ഇസ്മയിലാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ നടന്ന പ്രകടനത്തിന് ശേഷം പോലീസുകാരെ അസഭ്യം വിളിക്കുകയും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും തടസ്സമുണ്ടാക്കി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. വയനാട്ടിലെ പുനരധിവാസം പാളി. മന്ത്രിസഭാ ഉപസമിതി സ്ഥലം വിട്ടു. കെ സുരേന്ദ്രൻ. വയനാട്ടിലെ പുനരധിവാസം പാളിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ നിന്ന് സ്ഥലം വിട്ടു. വയനാട്ടിലുള്ളത് മന്ത്രി കേളു മാത്രമാണ്. താൽക്കാലിക പുനരധിവാസം പോലും നടപ്പായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും വിശദമായ മെമ്മോറാണ്ടം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ഇപ്പോഴുള്ളത് താൽക്കാലിക നിവേദനം മാത്രമാണ്. മന്ത്രിസഭാ ഉപസമിതി തികഞ്ഞ പരാജയമാണ്. ഫോട്ടോഷൂട്ടിൽ മാത്രമായിരുന്നു അവർക്ക് താൽപര്യം. ദുരന്തം പ്രതിരോധിക്കാനുള്ള 600 കോടി ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. കേരളം നാദരില്ലാ കളരിയായി മാറിയെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി.